ഹലോ ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് എന്ത് ഇടണമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഇടാനേ. അപ്പം നമുക്കൊരു വാർത്തയുണ്ട്. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ എൻ്റെ ഒരു വർഷത്തെ ഡ്രോപ്പ് ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്. ഭരണമല്ല, തുടർ പഠനത്തിനായി ഞാൻ എറണാകുളത്ത് പോവുകയാണ്. അപ്പം ഇനി കളികളൊക്കെ എറണാകുളത്താണ്. എന്തുവാണെന്നറിയത്തില്ല, ഒരു വിഷമം. ഒരു വർഷം ഇരുന്ന് സുഖം പിടിച്ചതിൻ്റെ ആണെന്ന് തോന്നുന്നു. അണ്ടേ ഈ നാറിയടുത്ത് ഞാൻ എത്ര നാളായിട്ട് പറയാം, വാടാ നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് പഠിക്കാമെന്ന്. ഇവൻ വരത്തില്ല, അവന് ബാംഗ്ലൂർ പോകണമെന്ന്. ബാംഗ്ലൂർ നിന്റെ രക്തത്തിലൂടെ MDMA ഒഴുകാൻ പോവുകയാണ് എന്നാണോ നീ പറയുന്നത്? ഇല്ല, ഞാൻ ഒഴിക്കത്തില്ല. എന്താ ഒഴിക്കല്ലേ? ഒഴിക്കില്ല, നിനക്ക് നല്ലത്. അല്ലാതെ ഹാഷിർ ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ എല്ലാം അടിച്ചു പോകും കേട്ടോ. ഞാൻ ചെയ്തിട്ടില്ല. നീ എന്തിനാ ബാംഗ്ലൂർ പോകുന്നത്? എൻ്റെ കൂടെ എറണാകുളത്തും അല്ല ഒന്ന് പഠിച്ചൂടെ? എറണാകുളത്ത് എൻ്റെ ബാംഗ്ലൂർ, നമ്മുടെ കേരളം, നമ്മുടെ പച്ചപ്പ്, പരിതാപം അല്ലല്ലോ, ഹരിതാപ്, പരിതാപം അല്ലെ ഹരിതാപ്, ഇതൊക്കെ വിട്ടു പോകുമ്പോ ഒരു ഇതാണ്. പിന്നെ നമ്മുടെ ഞാൻ എൻ്റെ ഓഡിയൻസിന് വേണ്ടിയാണ് ഞാൻ പോവാതിരിക്കുന്നത്. എന്നെ കോടാനി കോടി ജനങ്ങൾ അല്ല, അത്ര നില ഇച്ചിരി ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ആൾക്കാർക്ക് വേണ്ടി എനിക്ക് ഇവിടെ നിൽക്കണം. അവർക്ക് വേണ്ടി അവരുടെ ചുണ്ടിൽ ചിരി പടർത്താനായിട്ട് ഞാൻ ഇവിടെ ഉണ്ടായാലേ പറ്റൂ. ഞാൻ കാര്യം പറയാം. ലാസ്റ്റ് ആയിട്ട് ഒരു ലാസ്റ്റ് നെഗോസിയേഷൻ. ഈ വീഡിയോയ്ക്ക് 1000 കമന്റ് കിട്ടുവാണ്. മീക്ക പോവല്ലേ എന്ന് പറയുന്ന ഒരു 1000 കമന്റ് കിട്ടുവാണ്. നീ പോവാതിരിക്കോ? 1000 പോരാ, പിന്നെ 10,000. എന്റെ വീഡിയോ പോലും 1000 പേരാണ് തികച്ച്. ഓക്കെ, 10,000 പേര് കണ്ട ഒരു അക്കൗണ്ടിൽ നിന്ന് 100 കമന്റ്. ഓക്കെ, ഒരു അക്കൗണ്ടിൽ ഒരേ ഒരു ഇത് എന്ത് ഒരാൾക്ക് ഒരു അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ നീ തന്നെ 100,000 കമന്റ് എങ്ങനെ വരും? വീഡിയോ കണ്ടന്റ് ഒക്കെ വേണമെങ്കിൽ മതി. അപ്പം ഞാൻ പോവുകയാണ് നാളെ എറണാകുളം കാക്കനാടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ചേരാൻ പോകുന്നത്. ഏത് കോളേജാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം വിഷമം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വിഷമമുണ്ട്. ഒരു സന്തോഷമൊന്നുമില്ല വലുതായിട്ട്. ഇനി അവിടെ പോയി എനിക്കൊരു സ്ഥലമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് കുറച്ച് സമയം എടുക്കും. എനിക്ക് എങ്ങനെ എളുപ്പം പോയി ഇവനൊക്കെ എന്തോ ഞങ്ങൾ നാഷണൽസിനൊക്കെ കളി പോകുമ്പോൾ ഇവനാണ് ഒരു സ്ഥലത്തൊക്കെ ഇപ്പം ഇവൻ കിടക്കുവാണ്, ഇവിടെ ഉറങ്ങും, ഇങ്ങനെയുള്ളവന്. പക്ഷേ എനിക്കാന്ന് ഒരു സ്ഥലത്ത് പോയാൽ അവിടെ ആയിട്ട് എനിക്ക് പൊരുത്തപ്പെടണം. എനിക്ക് മറ്റേ എന്തോ വാംബ്ലേഡഡ് അല്ലെന്ന് തോന്നിയത് അല്ല, എനിക്ക് കുറച്ച് സമയം എടുക്കും അവിടെ പൊരുത്തപ്പെടാൻ. എന്നാലായിട്ട് എനിക്ക് സന്തോഷമുള്ള കാര്യം, എനിക്ക് മനസ്സിൽ സന്തോഷമൊക്കെ തോന്നും. എനിക്ക് സങ്കടം ഉണ്ടോ ഞാൻ പോകുന്നതിന്? ഇങ്ങോട്ടൊന്ന് ഇറങ്ങി സങ്കടപ്പെടുന്നത്? നീ വരത്തില്ല ഇവിടെ? ശനി ഞായറും വരാൻ പറ്റും, പക്ഷെ എല്ലാ ശനി ഞായറും അവിടുന്ന് ഇവിടെ വരെ വരാഴ്ച ടാസ്ക് ഒക്കെയാ. അതല്ലേ അവിടെ എൻ്റെ കൂടെ PG നിൽക്കുന്ന ആരാന്നറിയോ? 2 ജോലിയുള്ളവർ, മനസ്സിലായോ? അവരെന്നെ ഒന്ന് ചെയ്യാതിരുന്നാൽ മതി. എന്നെ കുടിയതാ ഞാൻ വീഡിയോ ഇടുവേ അങ്ങനെ പറയും. അതെ, അമ്മയ്ക്ക് സങ്കടം ഉണ്ടോ അമ്മ ഞാൻ പോകുന്നതിന്? അതെ, എനിക്ക് കൊണ്ടുപോകാനുള്ള പെട്ടി തുടയ്ക്കുക. നല്ല അമ്മ. അമ്മയ്ക്ക് സങ്കടം ഉണ്ടോ അമ്മ? ഉണ്ടമ്മ? ഇല്ലേ? എന്നാലും ഇങ്ങോട്ട് നോക്ക്. വേണ്ട, അമ്മ ഇമോഷണലായി പോകും. കണ്ണ് അറിഞ്ഞു. ക്യാമറയുടെ പുറകിൽ ആരാന്നറിയാവോ? എടുത്ത് കാണിച്ചു കൂടി. ജപ്പറി ജോർജ്. ഇവൻ്റെ അടുത്തും പറഞ്ഞതാ ഇവിടെ വല്ലതും പഠിക്കാന്ന്. അവനും തിരുവനന്തപുരത്ത് പോയി കിടക്കുന്നു. ഇനി ഒരുത്തൻ ബാംഗ്ലൂർ. ഇങ്ങനെ ട്രയാങ്കിളായി, എറണാകുളം, തിരുവനന്തപുരം, ബാംഗ്ലൂർ. നീ അവിടെ നിന്ന് ഇവൻ വരും ഓണം, ക്രിസ്മസ്. അല്ല, നീ വെള്ളിയാഴ്ച ബാംഗ്ലൂരിൽ നിന്ന് കയറി ഇവിടെ എത്തുമ്പോൾ ശനിയാഴ്ച വൈകിട്ടാവും. പിന്നെ ഞായറാഴ്ച ഉച്ചയ്ക്ക് അവന് തിരിച്ച് ബാംഗ്ലൂർ പോകണം തിങ്കളാഴ്ചത്തെ ക്ലാസ്സിന്. ഇല്ല, എന്നാലും എത്തത്തില്ല തിങ്കളാഴ്ച. വിഷമം ഉണ്ടോടാ? വിഷമം ഉണ്ട്. ഇവിടെ വന്നിട്ട് ആകെപ്പാടെ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കൂടെ വീട്ടിൽ വരുന്നതൊക്കെ ആയിരുന്നു. അത് പോയി. സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് കേട്ടോ. ചുമ്മാ തമാശയാക്കിയാലും എനിക്ക് വിഷമമുണ്ട്. അതെ, നമ്മുടെ വീട്ടിൽ സോളാർ വയ്ക്കാൻ പോകണ്ടോ? ഞാൻ പോകാൻ നേരം ഇതൊക്കെ വരുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ 24 മണിക്കൂർ AC ഒക്കെ ഇട്ടുകൊണ്ടിരിക്കായിരുന്നു. നല്ല നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ലോൺ കിട്ടി സബ്സിഡി ആയിട്ട് ഇത് കിട്ടും. നിങ്ങളും തിരക്കിയാൽ മതി. നല്ല കിടിലൻ സോളാറാണ്, നല്ല സോളാറാണ്, സൂപ്പർ സോളാറാണ്. എനിക്ക് കൊണ്ടുപോകാനായിട്ട് എൻ്റെ പൊന്നമ്മാമ ഇല്ലയോ മാമ? എനിക്ക് തുണി മടക്കി തരിക മാമ. ഞാൻ പോകുന്നതിന് വിഷമമുണ്ടോ മാമ? വേണ്ട, അങ്ങോട്ട് നോക്കി. അയ്യോ, വിഷമമുണ്ടോ മാമ? ഇല്ല. സന്തോഷം.
എന്തുകൊണ്ട് ആർക്കും വിഷമില്ലല്ലോ ഇത് എന്ത് പറയുന്നത്. പഠിച്ച് മിടുക്കനായിട്ട് വരണം. നമ്മൾ പഠിക്കാനായിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പഠിക്കാനും കൂടെ ആണ് പക്ഷേ യൂട്യൂബും കൊണ്ടുപോണ്ടേ ഇല്ലയോ? കൊണ്ടുപോകണം. ആ വിഷമം ഉണ്ടായാൽ പോകുന്നതിന് പിന്നെ ഭയങ്കര സങ്കടമാണ്. വിളിച്ച് മോനെ സന്തോഷം എന്ന് പറഞ്ഞേ. പിന്നെ എന്നെ ആരോ ഇനി കൊണ്ടുപോകുന്നേ? അവിടെ നിന്ന് ഇവിടെ വരണേ ഞാൻ സ്കൂട്ടർ കൊണ്ട് പോകണം. ഒരു 20 മീറ്ററേ ഉള്ളൂ. അതെ എനിക്ക് അറിയാത്തോണ്ടേ ഞാൻ വിളിക്കാൻ വരുന്നേ. 4 വർഷം നീണ്ട 4 വർഷം. 4 അത് കഴിഞ്ഞിട്ടും കാണത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ പോകും വേറെ അടുത്ത്. ഇത് ഞങ്ങളെ പിരിയുവാ. പിരിയൊന്നുമില്ല, പിരിയത്തൊന്നുമില്ല. നമ്മളിവിടെ ശനി ഞായറും വരും. പിരിയത്തൊന്നുമില്ല. ശനിയാഴ്ച ഞായറാഴ്ചയും വരാൻ പറ്റും. പക്ഷെ എല്ലാ ശനി ഞായറും ഒന്നും വരാൻ പറ്റത്തില്ല അല്ലയോ? എല്ലാ ശനി ഞായറും വരണോ? വേണ്ട, 2 ആഴ്ച കൂടുമ്പോ. ഇത് ഇന്ന് പോയി വാങ്ങിച്ചാ. ഓ ഇതാണ്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചാ. എന്തോ ഒരു ഫാക്ടറി, എന്തോ പേര് പറഞ്ഞു. ഇത് പ്ലെയിൻ ഷർട്ടും ഇതുപോലത്തെ പാൻറ്റുമായിട്ട് ചേരും. പിന്നെ ഇതും വാങ്ങിച്ചു. പിന്നെ 2 മടക്കി വെച്ചേരാ. മടക്കിക്കാം. വേണ്ട 2 ഷോർട്സും പിന്നെ ജിമ്മിലിടാൻ 2 ഫൈവ് സ്ലീവ്സ് 3 ഫൈവ് സ്ലീവ്സ് വാങ്ങിച്ചു. പിന്നെ 2 ഷോർട്സും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ തീ കത്തുന്ന സോക്സ് ഉണ്ടോ? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇറക്കിയതാ ജിമ്മിലിടാൻ വേണ്ടി. ഇതുണ്ടോ കിടില സാധനമില്ലേ? പോകുന്നതിന് മുന്നുള്ള അവസാനത്തെ അത്താഴം. വിത്ത് മീക്ക ജപ്രി മാതാജി അത്ത അവിടുന്ന് TV കാണുന്ന കാണ്ടോ. പക്ഷെ കൊടുത്തില്ല. 3 പൊറോട്ട ഇടാം, ചിക്കൻ കറി. അത് കഴിഞ്ഞ് തിന്നു കഴിഞ്ഞിട്ട് കാണാം. മീക്കേ എൻ്റെ ഭക്ഷണം തിന്നിട്ട് എങ്ങനുണ്ട്? അപ്പം നമ്മുടെ എല്ലാ പരിപാടികളും കഴിച്ചിട്ടുണ്ട്. ഞാൻ പെട്ടിയൊക്കെ പറക്കിയെല്ലാം വെച്ച് ഇവന്മാരെ വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം മീക്കയുടെ വീടാ അവിടെ. അപ്പം രണ്ടുപേരും ഇപ്പോൾ പോവാ. അവസാനമായിട്ട് ഞാൻ പോകുന്നതിന് മുന്നേ എന്തെങ്കിലും പറയാനുണ്ടോ? ഈ കഴിവുകൾ ഞാൻ കേട്ട വേറെ ഈ കഴിവ് അവിടെ ചെന്ന് പന്നലാക്കാതെ ഇവിടെ ഈ യൂട്യൂബ് ഒക്കെ അവിടെ ചെന്ന് കണ്ടിന്യൂ ചെയ്യണം. അതായിരുന്നു കഴിവ്. അത് മാത്രമല്ല എന്താ പറയാ ഇവര് ഡാൻസും മറ്റു കാര്യങ്ങളില്ല, അത് അവിടെ ചെന്നും വളർത്തണം. ഡാൻസ് ഇതിങ്ങൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ വരും, ഡാൻസും കൊണ്ട് വരും. കഴിഞ്ഞ അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ശരി എന്നാ അടുത്ത ശനിയാഴ്ച കാണും. അടുത്ത ശനിയാഴ്ച ഇവ ഇനി പോവും. ഇനി എപ്പോഴേലും ഇവനെ കാണുന്നേ. ഇനി അടുത്ത വ്യക്തി മിക്ക ഞാൻ പോവാ. കരണ്ട ഞാൻ പോകുന്നതിന് മുന്നേ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പോയാലും ഇടയ്ക്ക് അങ്ങോട്ട് പോകും. എനിക്ക് ഇതുവരെ ക്ലാസ് തുടങ്ങിയിട്ടില്ലല്ലോ. പക്ഷെ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന വീഡിയോസ് ആയിരിക്കത്തില്ല ഇനി. അതായിരിക്കും മെയിൻ ഡ്രോബാക്ക്. എൻ്റെ വീട് പറച്ചിലൂടെ ഞങ്ങളുടെ ആ വീട്ടിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് അത് കാണില്ല. ഞങ്ങൾ രണ്ടുമുള്ള വീഡിയോസ് ഒരു 10 എണ്ണത്തിൽ ഒരെണ്ണമേ ഇനി കാണത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും. അതാണ് മെയിൻ കാര്യങ്ങൾ. ശനി ഞായർ ഞാൻ വീട്ടിൽ എല്ലാ ആഴ്ചയൊന്നും വരാൻ നടക്കത്തില്ല. അപ്പം ഏതെങ്കിലും ശനി ഞായർ വന്നിട്ട് ആ ശനി ഞായർ വീട്ടിൽ വന്നാൽ പിന്നെ തിരക്കുമായിരിക്കും. ആ തിരക്കിൻ്റെ ഇടയിൽ വേണം ഇനി വീഡിയോസ് എടുക്കാൻ. അപ്പോൾ അതിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ശരി, ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ മീ. അപ്പം അത്രയേ ഉള്ളൂ. മീക്ക ഞാനും കൂടെ ഉള്ള അവസാനത്തെ സൈനിങ് ഓഫ് ആവല്ലേ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നാളെ ചിലപ്പോൾ ഒരു വ്ളോഗ് കാണും. ഇത് ഞാൻ സൺഡേ ഇടും. ചിലപ്പോൾ നാളെ ഇനി കോളേജിൽ പോകുന്നത് ചിലപ്പം തിങ്കളാഴ്ച ആയിരിക്കും ഇടുന്നത്. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.